അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തടാകത്തിൽ കാണാതായ മലയാളി യുവാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. മലപ്പുറം സ്വദേശിയായ മാധവ് മധുവിനായാണ് തിരച്ചിൽ നടക്കുന്നത്. ഒപ്പമുണ്ടായിരുന്ന കൊല്ലം സ്വദേശി ദിനുവിന്റെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകും. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, വേദനിപ്പിക്കുന്ന വിവരമാണ്. മലയാളികളാണ്, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ തിരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? പൂജ, തിരച്ചിൽ ഇന്ന് രാവിലെ 8 മണിക്ക് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയായിരുന്നു ഈ അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം മലപ്പുറം സ്വദേശികളായിട്ടുള്ള 7 അംഗ സംഘം ഈ തവാങ്ങിലേക്ക് എത്തുന്നത്. അവിടെ സേല തടാകം എന്ന് പറയുന്നത് ഒരു ഹിമ തടാകമാണ്. ഈ വെള്ളത്തിന് മുകളിലായിട്ട് ഐസ് മൂടി നിൽക്കുന്ന ഒരു പ്രതലമാണ്, ഒരു അവസ്ഥയാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. ഈ ടൂറിസ്റ്റുകൾ, അതായത് മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഈ ഐസിലേക്ക് ഇറങ്ങിയ സമയത്ത് ആ ഐസ് പൊട്ടി അതിലൊരാൾ അകപ്പെട്ടു പോയി. അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമത്തിലാണ് മറ്റ് 2 പേർ കൂടി ഈ വെള്ളത്തിലേക്ക് എടുത്ത് ഈ ഐസിലേക്ക് എടുത്ത് ചാടുന്നത്. ദിനുവും അതുപോലെ തന്നെ മാധവും മധുവും എടുത്ത് ചാടുന്നത്. പക്ഷേ ഈ ആദ്യം അപകടത്തിൽ അകപ്പെട്ട് താഴേക്ക് വീണ അയാളെ രക്ഷപ്പെടുത്തിയെടുത്താൻ സാധിച്ചു. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റ് 2 പേരും ഈ ഐസിലേക്ക് വീണുപോയി. അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചില്ല. ഒരുപാട് നേരം തിരിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകിട്ടോടെ അതിൽ ദിനുവിൻ്റെ മൃതശരീരം ലഭിച്ചു. കൊല്ലം സ്വദേശിയാണ് ദിനു, 26 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ SSBയും അതുപോലെ തന്നെ അവിടുത്തെ SDRFും പോലീസും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു അന്വേഷണത്തിൽ തിരച്ചിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമുള്ള ഈ രാത്രിയോടെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നില്ല, കനത്ത തണുപ്പ്, ഇതെല്ലാം കൊണ്ട് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് രാത്രി തിരച്ചിൽ. പ്രതികൂലമായ പല സാഹചര്യങ്ങളുമൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മലപ്പുറം സ്വദേശിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.